യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് വിത്ത് ലാമിസ് ആണ്. സോ 5 മിനിറ്റ് കൊണ്ട് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് എന്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 3 സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. 3 സാമ്പിളുകൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. വാട്ടർ ഇൻ വിച്ച് കാൽഷ്യം സൾഫേറ്റ് ഡിസോൾഡ്. ഓക്കെ, അതായത് കാൽഷ്യം സൾഫേറ്റ് ലയിച്ചു ചേർന്ന ജലമുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണ്. പിന്നെ വാട്ടർ ഇൻ വിച്ച് മഗ്നീഷ്യം ബൈകാർബണേറ്റ്, മക്കളെ മഗ്നീഷ്യം ബൈകാർബണേറ്റ് ലയിച്ചു ചേർന്ന ജലമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് സാമ്പിൾ ഡ സോപ്പ് ലാദർ റെഡിലി, ഏത് സാമ്പിളിലാണ് നന്നായിട്ട് സോപ്പ് പതയുക? എടാ മക്കളെ, നമുക്കറിയാം സോപ്പ് നന്നായിട്ട് പതയുന്ന ആളെയാണ് നമ്മൾ സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദുജലം എന്ന് പറയുന്നത് അല്ലെ. ഇനി സോപ്പ് പതയാത്തവരെ നമുക്ക് ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ കഠിന ജലം എന്ന് പറയാം. ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. ടെമ്പററി ഹാർഡ്നെസ്സും പെർമനന്റ് ഹാർഡ്നെസ്സും. താൽക്കാലിക കാഠിന്യവും സ്ഥിര കാഠിന്യവും ഉണ്ട്. താൽക്കാലിക കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് കാൽഷ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ആണെങ്കിൽ, സ്ഥിര കാഠിന്യം അല്ലെങ്കിൽ പെർമനന്റ് ഹാർഡ്നെസിന്റെ റീസൺ എന്ന് പറയുന്നത് കാൽഷ്യത്തിനെയും മഗ്നീഷ്യത്തിനെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ്. ആം ഐ റൈറ്റ്? സോ ഇവിടെ എയിലും ബിയിലും ഹാർഡ്നെസ് ഉണ്ട് അല്ലെ. എ എടുത്തു കഴിഞ്ഞാൽ സൾഫേറ്റ് ആണ്, പെർമനന്റ് ആണ്. സി എടുത്തു കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ആണ്, ടെമ്പററി ഹാർഡ്നെസ് ആണ്. അപ്പൊ നിങ്ങൾ പറ, സി ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. സോ അവൻ ഒരു സോഫ്റ്റ് വാട്ടർ ആണ്, അവിടെയാണ് വേഗത്തിൽ പതയുന്നത്. ഇനി അടുത്തത്, സാമ്പിൾ ഇൻ വിച്ച് സോപ്പ് ലാദസ് റെഡിലി ഓൺ ഹീറ്റിംഗ് ഗീവ് റീസൺ. മക്കളെ, ചൂടാക്കി കഴിഞ്ഞാൽ മാത്രം സോപ്പ് പതയുന്നത് എവിടെയായിരിക്കും? നമുക്കറിയാം ഈ പെർമനന്റും ടെമ്പററി ഹാർഡ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. ടെമ്പററി ഹാർഡ്നെസ്സിനെ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് അല്ലെ, തിളപ്പിച്ച് നീക്കാൻ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ താൽക്കാലിക കാഠിന്യം എന്ന് പറയുന്നത്. സോ താൽക്കാലിക കാഠിന്യമുള്ളത് സിയിലാണ്, ബൈകാർബണേറ്റിലാണ് അല്ലെ. അപ്പോൾ സിയെ നമുക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാം. കാരണം എന്താ? സിയുടെ കയ്യിലുള്ളത് ടെമ്പററി ഹാർഡ്നെസ് ആണ്, ശരിയല്ലേ? താൽക്കാലിക കാഠിന്യമാണ്. അതായത് മക്കളെ, ഇവിടെയുള്ളതും ബൈകാർബണേറ്റ് ആണ്, മഗ്നീഷ്യത്തിന്റെ ബൈകാർബണേറ്റ് ആണ്. ഇവനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവൻ ഡീകമ്പോസ് ചെയ്യും, ഇവൻ ചൂടാക്കുമ്പോൾ വിഘടിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുക. സോ 3 മാർക്ക് സെറ്റ്. അടുത്ത ചോദ്യം, ഗീവ് ദ നെയിം ഓഫ് എ നാച്ചുറൽ ഫൈബർ. മക്കളെ, പ്രകൃതിദത്ത നാരിന് ഒരു ഉദാഹരണം എഴുതാം. നമുക്കറിയാം ഫൈബേഴ്സ് 2 തരമാണ്, ആർട്ടിഫിഷ്യലും ഉണ്ട്, അതേപോലെ തന്നെ നാച്ചുറൽ ഉണ്ട്. സിന്തറ്റിക് ആൻഡ് അതേപോലെ തന്നെ നാച്ചുറൽ ആണുള്ളത്. സോ പ്രകൃതിദത്തമായിട്ടുള്ളതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ കോട്ടൺ ഉണ്ട്, സിൽക്ക് ഉണ്ട് അല്ലെ. പരുത്തി, സിൽക്ക്, ജൂട്ട്, ഇതൊക്കെ നാച്ചുറൽ ഫൈബേഴ്സ് ആണ്. റൈറ്റ് വൺ യൂസ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. കൃത്രിമ നാരുകളുടെ ഒരു മേന്മ എഴുതാം. എന്തൊക്കെ യൂസാ മക്കളെ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുക? ഒരു സിന്തറ്റിക് ഫൈബർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃത്രിമ നാര് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈ ഡ്യൂറബിലിറ്റി ആണ്, ഈട് നിൽക്കും, കുറെ കാലം ഈട് നിൽക്കും, ലോ കോസ്റ്റ് ആണ്, ചിലവ് കുറവാണ്. പിന്നെ എന്താ മക്കളെ, റിങ്കിൾ ഫ്രീ ആണല്ലേ, ചുളിയുന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതി കൊടുത്താൽ മതി. 2 മാർക്ക്, 5 മാർക്കായി. അടുത്തത്, PVC എന്ന് പറഞ്ഞ പ്ലംബിങ്, റെയിൻകോട്ട്, ബോട്ടിലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് ഏത് തരം പ്ലാസ്റ്റിക്കാ മക്കളെ? പ്ലാസ്റ്റിക് 2 തരം. ഏതൊക്കെയാണ്? തെർമോസെറ്റിങ്ങും തെർമോപ്ലാസ്റ്റിക്സും. തെർമോപ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ PVC, പോളിത്തീൻ എന്നൊക്കെ പറയുന്നത്. ബേക്കലൈറ്റും ബെലാമിനും ഒക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിൾ ആണ്. സോ PVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തെർമോപ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ് എന്ന് പറയാം. റൈറ്റ്, എനി വൺ പെക്യുലാരിറ്റി, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞേ. എന്താ മക്കളെ തെർമോപ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? നമുക്ക് ഹീറ്റ് ചെയ്താൽ ഇവർ സോഫ്റ്റ് ആകും, കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ആവും അല്ലെ. ചൂടാക്കുമ്പോൾ മൃദുവാകുന്നു, അതേപോലെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ദൃഢമാകുന്നു. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ഈ പ്രവൃത്തി ആവർത്തിച്ച് ചെയ്യാം അല്ലെ. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് പ്രത്യേകത. ഇനി റൈറ്റ് വൺ മെത്തേഡ് ദാറ്റ് ക്യാൻ റെഡ്യൂസ് പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്. മക്കളെ, പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് 4 hours അല്ലെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, പ്രാക്ടീസ് 4 hours. ഏതൊക്കെയാ? റെഡ്യൂസ്, റീയൂസ്, റെഫ്യൂസ്, റീസൈക്കിൾ. ഇത് ഉപയോഗിച്ചാൽ മതി. സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോ. യെസ്, ഈ ഒരു ചിത്രം ഓർമ്മയുണ്ടോ? നമ്മുടെ വാട്ടറിന്റെ ഇലക്ട്രോലൈസിസ് ആണ്, ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണത്തിന് കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇവിടെ രൂപപ്പെടുന്ന വാതകങ്ങൾ ഏതൊക്കെയാ മക്കളെ? വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. ഇതിനെ ഇലക്ട്രോലൈസിസ് ചെയ്താൽ, വൈദ്യുത വിശ്ലേഷണം നടത്തിയാൽ 2 ആൾക്കാരാണ് ഉണ്ടാവുക. ഒന്ന് ഹൈഡ്രജൻ ഗ്യാസ്, ഒന്ന് നമ്മുടെ ഓക്സിജൻ ഗ്യാസ്, ശരിയല്ലേ? അപ്പൊ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും, അതേപോലെ തന്നെ ഓക്സിജൻ ഗ്യാസും കിട്ടും. വാട്ട് ഈസ്
ഈസ് എ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രക്രിയയുടെ പേരെന്താ? ഏത് പ്രക്രിയ വഴിയാണ് നമ്മൾ വേർതിരിക്കുക? വൈദ്യുത വിശ്ലേഷണം വഴി അല്ലെ? വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോലൈസിസ് ആണ് കേട്ടോ. ഇലക്ട്രോലൈസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എത്ര മാർക്ക് സെറ്റാക്കി? 10 മാർക്ക് സെറ്റാക്കിയിരിക്കുകയാണ്. സോ ഇവിടെ വാട്ടറിനെ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കിട്ടുന്നതിന് ഒരു റേഷ്യോ ഉണ്ട്, ഒരു അനുപാതമുണ്ട്. ആ റേഷ്യോ എത്രയാണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.